നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഡേവിഡ് ആണെങ്കിൽ വക്കീലിനെയാണെന്ന് തോന്നുന്നു കണ്ടിട്ടൊക്കെ പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് ജാമ്യം കിട്ടാൻ പാടില്ല, അവൾ 2 ദിവസമെങ്കിലും അവൾ ജയിലിൽ കിടക്കണം, അതാ ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നമ്മൾ നയനയാണെങ്കിൽ കോടതിയിൽ കൊണ്ടുവരുന്നതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നയനയ്ക്കാണെങ്കിൽ ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളതാണ് പിന്നെ അടുത്ത ഒരു ട്വിസ്റ്റായിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ മൂർത്തിമുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊന്ന് നയനമ്മക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അതുപോലെ കോടതി നയനമോളെ വെറുതെ വിട്ടില്ലെങ്കിൽ ഈ സസ്പെൻസ് ഞാൻ പൊളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നവീനാണ് നയനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നയനയാണെങ്കിൽ കോടതിയിലിട്ട് ചോദ്യം ചെയ്യുന്നതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒടുവിലാണെങ്കിൽ നമ്മൾ നയനയ്ക്കാണെങ്കിൽ ജാമ്യമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നവീനാണെങ്കിൽ പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത് നയനയുടെ അടുത്തും നയനയെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകളൊക്കെ കൊടുത്ത ഒരു പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നയനയ്ക്കാണെങ്കിലും ആദർശനാണെങ്കിലും അത് ആരാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് നേരം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരാൾ ഇവിടെ എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അവിടെ വരുന്നതാണെങ്കിൽ നമ്മളെ നവ്യ കേട്ടോ. അപ്പോൾ നവ്യയെ കാണുന്ന സമയത്ത് നമ്മൾ ആദർശം നയനയാണെങ്കിൽ ഒന്ന് ഷോക്കാവുകയൊക്കെ ചെയ്ത് നവ്യേച്ചി എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അപ്പം നമ്മൾ നയനയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നവീന് തെളിവ് കൊടുത്തതൊക്കെ നമ്മളെ നവ്യ കേട്ടോ. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ നയനയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയൊക്കെ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.